ശ്രീ പി സി ജോർജ്, തിരുവഞ്ചൂരിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? എന്ത് സ്ഥാപിത താല്പര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂരിനുള്ളത്? ഉമ്മൻചാണ്ടിയെപ്പോലൊരു സന്തത സഹചാരിയായിരുന്ന വ്യക്തിയെ തിരുവഞ്ചൂർ ഇങ്ങനെ എന്തിന് ഹരാസ് ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചിരുന്നു. ഈ കേസിലൂടെ ഉമ്മൻചാണ്ടി പുറത്തേക്ക് പോയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയുമെന്ന് തിരുവഞ്ചൂർ കണക്കുകൂട്ടിയിരുന്നു. ഇതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? സംശയം തോന്നുന്ന സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതായത് ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചത് മുതൽ ഉമ്മൻചാണ്ടിക്ക് പിഴവ് പറ്റി തുടങ്ങി. എന്താണ് സംശയം? ആഭ്യന്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ കോട്ടയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിന് മാറ്റം വന്ന് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു. കോട്ടയത്ത് ഭയങ്കര ബന്ധമായി, പേഴ്സണൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു. അതായത് ആഭ്യന്തര വകുപ്പ് കിട്ടുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടാകുകയും ജനകീയ ബന്ധങ്ങൾ വിപുലപ്പെടുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ് താൻ, അതിന് വഴിമുടക്കി നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അത്തരമൊരു വിചാരത്തിലേക്ക് തിരുവഞ്ചൂർ എത്തിയോ? അതിൻ്റെ ഭാഗമായി അദ്ദേഹം കരുനീക്കങ്ങൾ നടത്തിയോ? ഉമ്മൻചാണ്ടി പോയ പിന്നെ ആര്? സ്വാഭാവിക എ ഗ്രൂപ്പിൽ നിന്ന് മേൽജാതിക്കാരൻ എന്ന ന്യൂനപക്ഷ പ്രിയൻ എന്ന പേരുദോഷം കൊണ്ടുള്ള സാഹചര്യത്തിൽ തിരുവഞ്ചൂരേ ഉള്ളൂ. അതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് ദുഷ്ടബുദ്ധി വല്ലതും ആ മനുഷ്യൻ തോന്നിയോ ദൈവമേ എന്ന എൻ്റെ ഒരു സംശയം. സരിതയെ കരുവാക്കി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ തിരുവഞ്ചൂർ ശ്രമം തുടരുകയാണെന്നും പി സി ജോർജ് ചോദ്യോത്തരം പരിപാടിയിൽ പറഞ്ഞു. അപ്പോൾ തിരുവഞ്ചൂർ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ജോപ്പൻ്റെ അറസ്റ്റോടുകൂടി അത് അവസാനിച്ചിട്ടില്ല. തിരുവഞ്ചൂർ വീണ്ടും മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു തിരക്കഥ തയ്യാറാക്കുന്നു. മുഖ്യമന്ത്രിയെ അപകടത്തിൽപ്പെടുത്താൻ കഴിയുന്നൊരു തിരക്കഥ തയ്യാറാക്കി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത്. എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. അത് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി തന്നെ സ്വയം ഇരുന്ന് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് കേൾക്കുന്നു, ശരിയോ തെറ്റോ അത് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി, ഞാൻ ഇത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജോർജ് അത് എനിക്ക് വിശ്വാസം വരുന്നില്ല എന്നെന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല മനസ്സാണ്.